നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തൃക്കാക്കര MLA ഉമാ തോമസാണ് അന്തരിച്ച PT തോമസിൻ്റെ പത്നി. PT മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ലാതിരുന്ന സാധാരണ ഉദ്യോഗസ്ഥയും വീട്ടമ്മയുമായിരുന്ന ഉമാ തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ തൃക്കാക്കരയിൽ നിന്നും ജയിച്ചു കയറി. മുഖ്യമന്ത്രിയും CPMൻ്റെ മന്ത്രിമാരും സർവ്വസന്നാഹങ്ങളും തൃക്കാക്കരയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും ഉമാ തോമസിൻ്റെ വിജയത്തെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, PT തോമസ് എന്ന അനിഷേധ്യനായ നേതാവിനോടുള്ള ജനങ്ങളുടെ ബഹുമാനത്തിൻ്റെ പ്രകടനമായിരുന്നു അത്. ആദരവിൻ്റെ പ്രകടനമായിരുന്നു അത്. PT-യോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഉമാ തോമസ് നിന്നപ്പോൾ PT തോമസ് നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സിന് ഇന്നേ വരെ വോട്ട് ചെയ്യാത്തവർ പോലും അവർക്ക് വോട്ട് ചെയ്തത്. അത്തരത്തിൽ 2022 നടന്ന ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് തികയ്ക്കുക എന്ന പിണറായിയുടെ ലക്ഷ്യം പൂവണിയിക്കാതെ അവിടെ നിന്നും ഉമാ തോമസ് ജയിച്ചു കയറി. പിണറായി വിജയൻ ദിവസങ്ങളോളം തൃക്കാക്കരയിൽ തങ്ങി പ്രചരണം നടത്തിയിട്ടും CPMന് അവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സഭയുടെ സ്ഥാനാർത്ഥിയായ ഒരു ഡോക്ടർ ജോ ജോസഫിനെ രംഗത്തിറക്കിയിട്ടും കാര്യമായ സഭാ വോട്ടുകളൊന്നും കിട്ടിയുമില്ല. എന്നാൽ ഇപ്പോഴൊന്ന് സ്ഥിതിഗതികൾ മാറി വരികയാണ്. ഉമാ തോമസിന് കഴിഞ്ഞയിടയ്ക്ക് നിർഭാഗ്യകരമായ ഒരു ആക്സിഡൻറ്റ് പണഞ്ഞു. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്നും നിലത്ത് വീണ് ഒരു പരിപാടിക്കിടയിൽ പങ്കെടുക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പവനിയിൽ നിന്നും നിലത്തേക്ക് വീണ് അവർക്ക് ഗുരുതരമായ ഒരു ആക്സിഡൻറ്റ് പറ്റുകയും വളരെ ഗുരുതരാവസ്ഥയിൽ അവർ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിയുകയും ചെയ്തു. അതിനുശേഷം അവരുടെ ആരോഗ്യം വളരെ മോശമായി എന്നുള്ള ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ഇറങ്ങി പ്രചരണം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. തൃക്കാക്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ്. അത് ഉണ്ടായ കാലം മുതൽ 2011 തൃപ്പൂണിത്തുറയിൽ നിന്നും വേർപെടുത്തി തൃക്കാക്കര എന്നുള്ള സീറ്റ് ഉണ്ടാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ K ബാബുവിന് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ സീറ്റാണെങ്കിലും അവിടെ മത്സരിച്ച് ജയിച്ചത് ബെന്നി ബെഹനാനായിരുന്നു. അത് വേറൊരു കഥയായതുകൊണ്ട് നമ്മളിതിലേക്ക് വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉമാ തോമസിന് തൻ്റെ അനാരോഗ്യകരമായ ചുറ്റുപാടുകൾ ഉള്ളത് കൊണ്ട് ഉമാ തോമസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര നിന്ന് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സന്ദേഹം കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നായിട്ട് ഓടേണ്ടി വരും. അതിനുള്ള ആരോഗ്യം ഗുരുതരമായ വീഴ്ചയ്ക്ക് ശേഷം അവർക്കുണ്ടോ? ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ടും മറ്റ് പരിചരണങ്ങൾ കൊണ്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമുണ്ട്. അപ്പോഴും അവർക്ക് പ്രചരണ രംഗത്തെ ആ തിളയ്ക്കുന്ന അവസ്ഥയെ നേരിടാനും യാത്ര ചെയ്യാനും ജനങ്ങൾക്കിടയിലേക്ക് ഇടപഴകാനുമുള്ള ആരോഗ്യം ഉണ്ടോ എന്നുള്ളൊരു സന്ദേഹം ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ടെന്നും അതുകൊണ്ട് ഉമാ തോമസിന് പകരം തൃക്കാക്കരയിൽ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ മത്സരിക്കട്ടെ എന്നുള്ള നിലപാട് ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ടെന്നുമാണ് ആ പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ആരെങ്കിലും തൃക്കാക്കരയിൽ മത്സരിക്കണമെന്നാണ് ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം കുറച്ച് നാളായി തൃക്കാക്കരയിൽ ഒരു വികസന മുരടിപ്പുണ്ടെന്നുള്ളൊരു അഭിപ്രായം, പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. അതിനെ CPM നന്നായി ഉപയോഗിക്കുമെന്നുള്ള സൂചനയും ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് CPMന് എന്തും നന്നായി ഉപയോഗിക്കാനുള്ള ഒരു പകിട്ടുണ്ട്. അതുകൊണ്ട് തൃക്കാക്കരയിൽ ഇപ്പോൾ വികസനം വെടിപ്പ്, കാരണം തൃക്കാക്കര എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമാണ്, ജില്ലാ തലസ്ഥാനമാണ്, ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് അവിടെയാണ്. അതുകൊണ്ട് അവിടെയുള്ള വികസന മുരടിപ്പ് എന്ന് പറയുന്നത് ജില്ലയുടെ മൊത്തം വികസന മുരടിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന മുരടിപ്പ് എന്നുള്ളൊരു പരാതി ഉയർന്നാൽ തന്നെ അത് കോൺഗ്രസിന് ജില്ലയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് ഉമാ തോമസിനെ മാറ്റി മറ്റേതെങ്കിലും ഒരു നേതാവിനെ, ഇപ്പോഴത്തെ ചാലക്കുടി MP ബെന്നി ബെഹനാനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രമുഖ നേതാവിനെയോ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാൽ എന്താ എന്നുള്ള ആലോചന കോൺഗ്രസിൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും ഉമാ തോമസുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അവർ തന്നെ മത്സരിക്കും, അവരെ മാറ്റാൻ സാധ്യതയില്ല എന്നുള്ളതെങ്കിൽ തന്നെയും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പലരും നമ്മളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ നല്ല ഉയർന്ന ഒരു പദവി, ക്യാബിനറ്റ് പദവി തന്നെ കൊടുത്ത് അവരെ നമ്മൾക്ക് PT-യുടെ ഭാര്യ എന്നുള്ള രീതിയിൽ പരിഗണിക്കാമെന്നും, പക്ഷേ തൃക്കാക്കരയിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നതാണ് നല്ലത് കോൺഗ്രസിനെന്നും, അല്ലെങ്കിൽ CPM അത് മുതലെടുക്കും, ആ ഒരു വികസനം മുരടിപ്പ് എന്നുള്ള ആരോപണം മുതലെടുക്കുമെന്നുള്ള ഒരു ഭയവും ആശങ്കയും ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഉമാ തോമസിനെ മാറ്റി പുതിയൊരു നേതാവ്, ഒരു തലമുതിർന്ന നേതാവ് തൃക്കാക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നുണ്ട്.